ഹലോ ഗൈസ്, ഞാനിപ്പം പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും, എങ്ങനെ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യാൻ പറ്റും, ദോഷമല്ല ഗുണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം സ്റ്റാഫ് ട്രെയിനിങ് ആണെങ്കിലും മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആക്കും. അവർ പ്രൊഡക്റ്റീവ് ആകുമ്പോൾ ആ പ്രസ്ഥാനവും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവും, അവരുടെ ശമ്പളം കൂടുകയും അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രോസ്പെറിറ്റി അവിടെ ഉണ്ടാവും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഈ കാറ് കമ്പനി ചെയ്യുന്നത് എന്നാന്ന് വെച്ചാല്, പണ്ട് നമുക്കറിയാം ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല, പുറകോട്ട് തള്ളിയിട്ട് വേണം എടുക്കാൻ. അവിടുന്ന് വന്ന് ഇപ്പം എയർ ബാഗായി, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് അലാറം ഉണ്ട്, വാണിംഗ് വരും. ബാക്ക് ആദ്യം ഫ്രണ്ട് ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇപ്പുറത്തെ സീറ്റിനും വന്നു, പിന്നെ ഇപ്പം ബാക്ക് സീറ്റിനുമായി. അപ്പം അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ബെറ്റർ ആക്കാം. അപ്പം അപകടങ്ങൾ കുറയുമല്ലോ. ഇത് ഇടാതെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല, ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്, എങ്ങനെ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരു 5% ഒക്കെ ലോകത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ ഒരു സിസ്റ്റം തകർക്കണം, എങ്ങനെ പാര വെക്കണം, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് കൂടുതൽ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് അവരും ഇമ്പ്രൂവ് ആകത്തില്ല, അവരുടെ സ്ഥാപനവും ഇമ്പ്രൂവ് ആകത്തില്ല, ആ രാജ്യത്തിനും പ്രയോജനമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ബെറ്റർ ആകണം, ഓരോ നിമിഷവും എങ്ങനെ ബെറ്റർ ആകണം, എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം, എങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ആ സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റും, അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സീറ്റ് ബെൽറ്റിന്റെ ഞാൻ ഈ പറഞ്ഞ ഓരോ ഫീച്ചേഴ്സിനും കാർ ഉണ്ടായേക്കുന്നത്. വേറൊരു ഉദാഹരണം പറയാം. ഒരു 800 കൊല്ലം മുമ്പ് ഷൂ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ഷൂ ഒരുപോലെ ഇരിക്കും. എന്ന് പറഞ്ഞാല് ഒരേപോലെ ഇരിക്കും. ഇപ്പം ലെഫ്റ്റ് ഷൂവും റൈറ്റ് ഷൂവും തമ്മിൽ ആ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലോ, അത് പിന്നീടാണ് വന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചാണ്, അങ്ങനെ ഓരോരുത്തരും ആ ഷൂ ഉണ്ടാക്കുന്ന അവരങ്ങനെ ആലോചിച്ചു എങ്ങനെ ഇത് ബെറ്റർ ആക്കാൻ പറ്റും. ആ ആലോചനയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഉണ്ടായേക്കുന്നത്. അതിനെ ഓരോന്നിനും സ്പോർട്സ്, ബാസ്കറ്റ്ബോളിന് പ്രത്യേക ഷൂ ആണ്, ഫുട്ബോളിന് വേറെ, അങ്ങനെ ജോഗിങ്ങിന് വേറെ, അങ്ങനെ വരുന്നത്. ഇതെല്ലാം മനുഷ്യൻ ചിന്തിച്ചെടുക്കുന്നതാണ്. അപ്പൊ പോസിറ്റീവായിട്ടും മാറ്റം വരുത്തുന്ന രീതിയിൽ ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ആ മാറ്റം വരുത്തിയവര് ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു യൂ-ടേൺ ആയിരിക്കും. പിന്നെ അത് ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് കാണുക, എൻ്റെ വീഡിയോസ് പലതുകൊണ്ട് കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി തുടങ്ങുക.